ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കേണ്ട നീതിക്കായി കോഴിക്കോട് ജനസമ്പർക്ക പരിപാടിയിൽ ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. കോടികൾ ചിലവിട്ട് ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിലും പരിപാടി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ സമരത്തിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്നാൽ സമ്പർക്ക പരിപാടി സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള പതിനായിരങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. പതിനായിരങ്ങൾക്ക് ആശ്വാസമായി കോഴിക്കോട്ട് രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടി. ഉപരോധ സമരവുമായി LDF. താമരശ്ശേരിയിൽ ഉണ്ടായ അക്രമം ആസൂത്രിതമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. അടിവാരത്ത് ശനിയാഴ്ചയും അക്രമ സംഭവങ്ങൾ. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ച LDF ഹർത്താൽ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി വൻ ജനപങ്കാളിത്തത്തോടെ കോഴിക്കോട് നടന്നു. ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പതിനായിരങ്ങളാണ് പരാതികളുമായി എത്തിയത്. അവരുടെ പരാതികൾ പരിഹരിച്ചതോടൊപ്പം വർഷങ്ങളോളമായുള്ള ജില്ലയുടെ 3 ആവശ്യങ്ങൾക്കും ജനസമ്പർക്ക ദിനത്തിൽ പരിഹാരമായി. മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടി കോഴിക്കോട്ട് നടന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ ശനിയാഴ്ച രാവിലെ 8:45 പരാതിക്കാരിൽ നിന്ന് മുഖ്യമന്ത്രി അപേക്ഷകൾ സ്വീകരിച്ചു. 10,065 പരാതികളാണ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. കൂടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമാകാത്ത പരാതികൾക്കു പുറമെ പുതിയ അപേക്ഷകരിൽ നിന്നും മുഖ്യമന്ത്രി അപേക്ഷകൾ സ്വീകരിച്ചു. വിപുലമായ ഒരുക്കങ്ങളായിരുന്നു ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ ക്രമീകരിച്ചിരുന്നത്. വേദിക്ക് മുന്നിലുള്ള പ്രധാന കവാടം വഴിയാണ് അപേക്ഷകർ പ്രവേശിച്ചിരുന്നത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ VIP-കൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രത്യേക കവാടങ്ങൾ ഒരുക്കിയിരുന്നു. ഇതിനു പുറമെ ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സേവനങ്ങൾക്കും പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കി. വേദിക്ക് ഇരുവശങ്ങളിലുമായി 12 കൌണ്ടറുകൾ പരാതികൾക്കായി തുറന്നിരുന്നു. പരാതിക്കാരുടെ പുതിയ അപേക്ഷകൾക്കായി പ്ലോട്ട് B-യിലെ 3 ബ്ലോക്കുകളും തുറന്നു. വിവിധ സംഘടനകളുടെ സഹായത്തോടെ പരാതിക്കാരടക്കമുള്ളവർക്ക് പ്രത്യേക ഭക്ഷണ സൌകര്യങ്ങളും ഒരുക്കി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി 2100 പോലീസുകാരെയും നിയോഗിച്ചിരുന്നു. കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ കോഴിക്കോട് നടന്ന ജനസമ്പർക്ക പരിപാടി വൻ ജനപങ്കാളിത്തത്തോടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്നു. രാവിലെ 8:45 തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക വേദിയിലെത്തി. ലളിതമായ ഉദ്ഘാടന ചടങ്ങുകളോടെയാണ് പരിപാടി ആരംഭിച്ചത്. സർക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ വിചാരിച്ചാൽ തീരുമാനമെടുക്കാൻ സാധിക്കും. എന്നാൽ അത് നടപ്പാക്കാനുള്ളവരാണ് ഉദ്യോഗസ്ഥർ. അവർക്ക് നിബന്ധനകൾക്കുള്ളിൽ നിന്നേ പ്രവർത്തിക്കാനാവുകയുള്ളൂ. ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സർക്കാരിനെ അറിയിക്കാൻ കഴിയുന്നവർ ജനപ്രതിനിധികളാണ്. അത്തരമൊരു കൂട്ടായ്മയാണ് മികച്ച സേവനത്തിന് വഴിയൊരുക്കുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ധൃതി പിടിച്ച് നടപ്പിലാക്കില്ല. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ നടപ്പിലാക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട്ടെ ജനസമ്പർക്ക പരിപാടിയിൽ 10,000-കണക്കിന് പരാതികൾ പരിഹരിച്ചതോടൊപ്പം വർഷങ്ങളോളമായുള്ള ജില്ലയുടെ 3 ആവശ്യങ്ങൾക്കും ജനസമ്പർക്ക ദിനത്തിൽ പരിഹാരമായി. മെഡിക്കൽ കോളേജ് വികസനം, ജില്ലയിലെ കുടിവെള്ള പദ്ധതികൾ, വയനാട് ബദൽ റോഡ് എന്നിവ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുമെന്ന് ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ 6 വെന്റിലേറ്ററും അവ പ്രവർത്തിപ്പിക്കുന്നതിന് 18 ജീവനക്കാരെയും നിയമിക്കും. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ ക്യാൻസർ ചികിത്സയ്ക്കായി ഒരുക്കിയ ലീനർ ആക്സിലേറ്ററിന്റെ പ്രവർത്തനം തുടങ്ങും. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കും. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി ജില്ലയിൽ 42 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. വയനാട് ബദൽ പാതയ്ക്കുള്ള സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ M.K. മുനീർ, MP-മാരായ M.K. രാഘവൻ, കലക്ടർ C.A. ലത, DCC പ്രസിഡന്റ് K.C. അബു, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു.
കസ്തൂരിരംഗൻ റിപ്പോർട്ട് ധൃതി പിടിച്ച് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ നടപ്പിലാക്കുള്ളൂ. അതിനാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ച LDF ഹർത്താൽ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെക്കുറിച്ച് പഠിക്കാൻ നിർദ്ദേശിച്ച ഉന്നതാധികാര സമിതി 4 മാസത്തിനുള്ളിൽ പഠന റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനേക്കാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കുറെ കൂടി പ്രായോഗികമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ്. എന്നാലും അത് ഏകപക്ഷീയമായി നടപ്പിലാക്കരുത്. അത് ചർച്ചയിലൂടെ അഭിപ്രായ സമന്വയത്തിലൂടെ വേണം. ഇത് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ശക്തമായി കേന്ദ്രത്തിൽ ഉന്നയിച്ചതും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം ചെയ്തിരിക്കുന്നതും. അതാണ് ഇതിപ്പം ഹർത്താലെന്ന് പറഞ്ഞാൽ ആരാഹ്വാനം ചെയ്താലും കേരളം സ്തംഭിക്കും. അതാണ് കേരളത്തിന്റെ മാതൃക. അപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടിയായിട്ട് വരുമ്പം ആരെങ്കിലും അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എന്താവും? ഇത് സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയും RMPയും 2 പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന, തിരുവനന്തപുരത്തും കോഴിക്കോടും നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഈ ഹർത്താലിൽ നിന്ന് പിന്മാറണം. താമരശ്ശേരിയിൽ നടന്ന ആക്രമണത്തിൽ ഏതോ ശക്തരുടെ കരങ്ങളുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ പരാതികൾ ലഭിച്ചാൽ അവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിഹാരം കാണുമെന്നും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കിടെ LDF പ്രവർത്തകർ ഉപരോധ സമരവുമായി എത്തി. നഗരത്തിലെ പ്രധാന റോഡുകൾ പ്രവർത്തകർ ഉപരോധിച്ചു. രാജാജി ജംഗ്ഷനിൽ നിന്ന് മാവൂർ റോഡിലേക്കാണ് പ്രധാന മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ ഉപരോധ സമരം 2 മണിക്കൂറിനുള്ളിൽ അവസാനിച്ചു. കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയെ ഉപരോധിക്കും എന്ന ഇടതുമുന്നണിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത സുരക്ഷയാണ് പരിപാടിക്കായി ഒരുക്കിയിരുന്നത്. ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലേക്കുള്ള എല്ലാ വഴികളും സമാധാനപരമായി കരിങ്കൊടികൾ ഉയർത്തി LDF ജില്ലാ നേതാക്കൾ ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ ADGP, IG, സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ 2100 പോലീസുകാരെ സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നു. എന്നാൽ രാവിലെ തന്നെ ഉപരോധവുമായി LDF പ്രവർത്തകർ എത്തി. പ്രവർത്തകരെ തടയാൻ പോലീസ് ബാരിക്കേഡുകൾ തീർത്തു. 8 മണിക്ക് തുടങ്ങിയ ഉപരോധം വെറും 2 മണിക്കൂർ മാത്രമാണ് നീണ്ടുനിന്നത്. കോഴിക്കോട് വയനാട് റോഡും കോഴിക്കോട് കണ്ണൂർ റോഡുമാണ് LDF പ്രവർത്തകർ ഉപരോധിച്ചത്. ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന എല്ലാ നടപടികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. രാജാജി റോഡ് ജംഗ്ഷനിൽ നിന്ന് മാവൂർ റോഡ് വഴിയുള്ള LDF പ്രവർത്തകരുടെ പ്രധാന മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, പുരുഷൻ കടലുണ്ടി MLA, P ലക്ഷ്മണൻ, M ഭാസ്കരൻ, R ശശി, KK ദിനേശൻ, M ആലിക്കോയ, കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ, മുക്കം മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. പോലീസ് പ്രവർത്തകരെ തടഞ്ഞതിനാൽ കുത്തിരിപ്പ് സമരവും നടത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി താമരശ്ശേരിയിലുണ്ടായ ആക്രമണം ആസൂത്രിതമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയുമാണ് തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. ഇതിനിടെ ശനിയാഴ്ച രാവിലെ കാരാടി ബാറിനു നേരെ ആക്രമണമുണ്ടായിരുന്നു. താമരശ്ശേരി അടിവാരത്തിനടുത്ത് ശനിയാഴ്ച വീണ്ടും അക്രമമുണ്ടായി. അക്രമികൾ ബാറിന് തീയിട്ടു. കാരാടിയിൽ പ്രവർത്തിക്കുന്ന ബാറിനാണ് അക്രമികൾ തീയിട്ടത്. ഒരു ബാർ ജീവനക്കാരന് പൊള്ളലേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീ പടർന്ന ഉടനെ ജീവനക്കാർ ഓടിയതിനാൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റില്ല. ബാറിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 4 ബൈക്കുകൾ കത്തി നശിച്ചു. അതിനിടെ ബാറിന് മുന്നിലെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. ഈ ബാർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് 5 വർഷത്തിലേറെയായി സമരം നടക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അടിവാരത്തുണ്ടായ അക്രമങ്ങൾക്കൊപ്പം ഇതും ചേർക്കുമെന്ന് കരുതിക്കൂട്ടിയാണ് അക്രമം നടത്തിയതെന്നും സംശയിക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ജില്ലയിൽ നടക്കുന്നതിനാൽ കൂടുതൽ പോലീസിനെ അടിവാരത്തേക്ക് വിന്യസിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം താമരശ്ശേരി അടിവാരത്തുണ്ടായ അക്രമം ആസൂത്രിതമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. മണൽ കരിങ്കൽ മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം ആക്രമിക്കുകയും റൂറൽ SP തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളുടെ വാഹനങ്ങളെ തിരിഞ്ഞുപിടിച്ച് ആക്രമിച്ചു. സ്വകാര്യ വാഹനങ്ങളെ അക്രമത്തിൽ നിന്നും ഒഴിവാക്കി. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് അക്രമം നടത്തിയതാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലായിടത്തും അക്രമി സംഘം ടിപ്പറയിലെത്തിയതും വ്യക്തമായ സൂചനയാണ് സൂചിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ചലച്ചിത്ര താരങ്ങളായ KP ഉമ്മർ, മോനിഷ, സംഗീത സംവിധായകൻ MS ബാബുരാജ് സ്മാരക കലാകൈരളി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് മഹാറാണിയിൽ നടന്ന ചടങ്ങ് പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ക്യാപ്റ്റൻ രാജുവിനാണ് ഉമ്മർ പുരസ്കാരം നൽകിയത്.
ചലച്ചിത്ര താരങ്ങളായ KP ഉമ്മർ, മോനിഷ, സംഗീത സംവിധായകൻ MS ബാബുരാജ് സ്മാരക കലാകൈരളി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് മഹാറാണിയിലാണ് ചടങ്ങുകൾ നടന്നത്. പരിപാടി പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. സാറ്റലൈറ്റ് മാത്രം മുന്നിൽ കണ്ട് സിനിമയെടുക്കുന്ന പുതിയ തലമുറ പിന്മുറക്കാരുടെ ബുദ്ധിമുട്ടുകൾ മറന്നുപോകരുതെന്ന് പുരുഷൻ കടലുണ്ടി MLA പറഞ്ഞു. പക്ഷെ എന്നാലും നല്ല സന്ദേശം ഒരു സിനിമ കഴിഞ്ഞു പോകുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ സാധ്യത കൊണ്ട് മാത്രം നിൽക്കുന്ന സിനിമ വ്യവസായം തകർന്നു പോകും എന്നുള്ളതിന് യാതൊരു തർക്കവും. KP ഉമ്മർ പുരസ്കാരങ്ങൾ ചലച്ചിത്ര നടനും സംവിധായകനുമായ ക്യാപ്റ്റൻ രാജു, നടി കോഴിക്കോട് ശാരദ, ആലുവ ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ CK ശിവാനന്ദൻ, സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PT ഹാരിസ്, TND ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TD മുനീർ കാസർഗോഡ് എന്നിവർക്ക് നൽകി ആദരിച്ചു. നടി സാധികയാണ് മോനിഷ പുരസ്കാരത്തിന് അർഹയായത്. MS ബാബുരാജ് പുരസ്കാരങ്ങൾ സംഗീത സംവിധായകൻ സുനിൽ ഭാസ്കർ, നവാഗത ചലച്ചിത്ര സംവിധായകൻ ദീപാങ്കുരൻ, നവാഗത ചലച്ചിത്ര ഗാനരചയിതാവ് ദിൽനാഥ് പുത്തഞ്ചേരി, മികച്ച ചലച്ചിത്രാധിഷ്ഠിത ടെലിവിഷൻ പരിപാടിയായ മനോരമ ന്യൂസിന്റെ പുത്തൻപടം അവതാരകൻ പ്രസാദ് കണ്ണൻ, സംഗീത പരിപാടി മീഡിയ 1 ചാനൽ സുരേഷ് ദാമോദരൻ, മാതൃഭൂമി ചലച്ചിത്ര ലേഖകൻ PS കൃഷ്ണകുമാർ എന്നിവർക്ക് സമ്മാനിച്ചു. മികച്ച TV റിപ്പോർട്ടർ കൈരളി TVയിലെ PV കുട്ടൻ, ന്യൂസ് ക്യാമറമാൻ മനോജ് പയ്യന്നൂർ മാതൃഭൂമി ന്യൂസ്, പ്രാദേശിക ടെലിവിഷൻ മേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് ജില്ലാ വാർത്തകളിലെ VV സഞ്ജീവ്, മികച്ച പ്രാദേശിക ടെലിവിഷൻ ചാനൽ KCL, ഹോട്ടൽ ആൻഡ് ടൂറിസം മേഖലയിലെ മികവിന് ഹോട്ടൽ മഹാറാണി എന്നിവർക്ക് കലാകൈരളി പുരസ്കാരങ്ങളും സമ്മാനിച്ചു. പ്രമുഖ ചലച്ചിത്ര താരം ക്യാപ്റ്റൻ രാജു പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കലാകൈരളി സാംസ്കാരിക വേദി രക്ഷാധികാരി MV കുഞ്ഞാമു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MS ബാബുരാജിന്റെ മകൻ ജബ്ബാർ, മോനിഷയുടെ അമ്മാവൻ PTS ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. കലാകൈരളി സാംസ്കാരിക വേദി വൈസ് ചെയർമാൻ VM വിജയൻ, ജനറൽ കൺവീനർ റഹീം പൂവാട്ടുപറമ്പ്, കൺവീനർ AK ഫൈസൽ, കലാസംവിധായകൻ മുരളി ബേപ്പൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടും. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു. കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിൽ നടത്തിയ ഹർത്താലിൽ നിരവധി പോലീസുകാർക്ക് പരിക്ക്. താമരശ്ശേരിയിൽ നടന്ന ഉപരോധത്തിനിടെ പരിക്കേറ്റ നിരവധി പോലീസുകാരെ കൊയിലാണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കസ്തൂരി രംഗൻ സമിതി റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ജില്ലയിലെ മലയോര പഞ്ചായത്തുകളിൽ നടത്തിയ ഹർത്താലിൽ ജനങ്ങൾ അക്രമാസക്തരായി. എന്നാൽ ഹർത്താൽ ആഹ്വാനമില്ലാതിരുന്ന പ്രദേശങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങൾ ചേർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. താമരശ്ശേരിയിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ജനങ്ങൾക്കു നേരെ കണ്ണീർവാതക ഷെല്ലും ഗ്രനേഡും പ്രയോഗിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പോലീസുകാരെ കൊയിലാണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരിയിൽ റോഡ് ഉപരോധിച്ച സമരക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് പോലീസുകാർക്ക് പരിക്കേറ്റത്. AR ക്യാമ്പിലെ പോലീസുകാരായ ASI അശോകൻ, സുധീഷ് ജിത്ത്, ഷംസു, അജീഷ്, ഗോകുൽ, അഷ്റഫ്, ജിത്ത്, ഉണ്ണികൃഷ്ണൻ, അനിരുദ്ധ് എന്നിവരും MSP ക്യാമ്പിലെ അനീഷ്, രാകേഷ്, നിധീഷ്, സുഭാഷ്, അനു എന്നിവരെയുമാണ് കൊയിലാണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രതീക്ഷകൾ മാത്രം പാഥേയമാക്കി മണലാരണ്യത്തിലേക്ക് ജീവിതം പറിച്ചു നടുന്നവർ ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു പോരേണ്ടി വരുമ്പോൾ നാട്ടിൽ അവരെ കാത്തിരിക്കുന്നത് എന്താണ്? കൊട്ടിഘോഷിക്കപ്പെടുന്ന ഗൾഫ് പെരുമയ്ക്കും അത്തറിന്റെ പരിമളങ്ങൾക്കുമപ്പുറം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൈപ്പറിയ ജീവിത യാഥാർത്ഥ്യമെന്ത്? സൌദിയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കിയതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ കുറ്റിക്കാട്ടൂർ എടച്ചിപ്പറമ്പത്ത് മൊയ്തീൻ കോയയുടെ ജീവിത പശ്ചാത്തലം കേന്ദ്രമാക്കി ജില്ലാ വാർത്തകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മണക്കാട്ടുതാഴം എടച്ചിപ്പറമ്പത്ത് മൊയ്തീൻ കോയ. ഒരു വ്യാഴവട്ടത്തിന് മുൻപ് ഒരുപാട് പ്രതീക്ഷകളുമായി കടൽ കടന്ന ജീവിതങ്ങളിലൊന്ന്.
ആദ്യ വിസയ്ക്ക് തന്നെ മൊയ്തീൻ കോയ ചിലവഴിച്ചത് 9,000 റിയാൽ അഥവാ അന്നത്തെ 1 ലക്ഷത്തിലേറെ രൂപ. പിന്നീടുള്ള ഓരോ വർഷവും വിസ പുതുക്കാൻ 6,000 റിയാൽ അഥവാ 1 ലക്ഷത്തോളം രൂപ ചിലവിട്ട് വരുന്നു. താമസത്തിനുള്ള ഇക്കാമ അടയ്ക്കാൻ 6,000 റിയാൽ വീതം എല്ലാ വർഷവും. ഇതിനിടെ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ 3 തവണ വീട്ടിൽ വന്നു. ഇതിന്റെ യാത്രാ ചിലവിനത്തിലും ചെലവായിരിക്കുന്നു വലിയൊരു തുക. ചിലരുടെ കാര്യത്തിൽ ഈ ചിലവുകൾ വലിയൊരു വിഷമമല്ലാതായിരിക്കാം. കാരണം അവർക്ക് അതിനനുസരിച്ച് വരുമാനമുണ്ട്. എന്നാൽ മൊയ്തീൻ കോയയുടെ സ്ഥിതി അതല്ല. ഞാൻ 10-12 വർഷത്തോളമായി ഇപ്പോൾ പോയിട്ട് ജോലിയൊന്നും ഇല്ലാത്ത മാസങ്ങളോളം അവിടെ കഷ്ടപ്പെട്ട് നിന്നിട്ട് പിന്നെ അങ്ങനെ ജോലിയിൽ ആയത് പിന്നെ പൈസ കിട്ടാതെ നിൽക്കുക, ജോലി എടുത്താൽ പൈസ കിട്ടാതെ നിൽക്കുക, അങ്ങനെയായിട്ടൊരു വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പോൾ എന്താ ജീവിക്കാൻ തന്നെ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇനിയും നീങ്ങിയാളുണ്ടല്ലോ. ഇനി പോരാത്തതിന് ഒരു മകളായിട്ടുണ്ട് കെട്ടിക്കാൻ, അവൾക്ക് കെട്ടിച്ചയക്കാനുള്ളൊരു സാമ്പത്തികം എൻ്റെ അടുത്തില്ല. ഇനി ഒരു വീടിൻ്റെ പടി എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ചിരിക്കണമെങ്കിൽ അതും വിഷമല്ലേ. ഇനി ഇപ്പോൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ 19 വയസ്സിൻ്റെ അടുത്തോളം എനിക്കായി. ഇപ്പം ഞാൻ എത്രയെന്നില്ലേ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഇതിൽ എന്തെങ്കിലും ഒരു അറിഞ്ഞിട്ട് എന്തൊരു സഹായം ചെയ്യാഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് ഇപ്പോൾ. നാട്ടിൽ തന്നെ ജോലി ചെയ്ത് തട്ടിമുട്ടി ജീവിച്ചു വരികയായിരുന്നു മൊയ്തീൻ കോയ. 12 വർഷത്തെ മണൽക്കാട്ടിലെ ജീവിതത്തിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹത്തിന് പ്രായം 50. വീട് പഴയതു തന്നെ. ചുവരിൽ ഒരു ചായൻ പോലും തേക്കാനുള്ള പണം കോയയ്ക്ക് തികഞ്ഞിട്ടില്ല. സൗദിയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തട്ടിമുട്ടി കഴിയുന്നതിനിടയിലാണ് സ്വദേശീവൽക്കരണം ശക്തമായത്. അങ്ങനെ കഴിഞ്ഞ മാർച്ചിൽ മരുഭൂമി വിട്ടുപോരേണ്ടി വന്നു മൊയ്തീൻ കോയയ്ക്ക്. 3 മക്കളാണ് മൊയ്തീൻ കോയയ്ക്കുള്ളത്. വീട്ടിൽ സഹോദരങ്ങളടക്കം അംഗങ്ങൾ ധാരാളമുള്ളതിനാൽ ഭാര്യ വീടായ യൂണിവേഴ്സിറ്റിക്ക് സമീപം പുത്തൂർ പള്ളിക്കലിൽ 5 സെന്റ് സ്ഥലത്ത് കുറ്റിനാട്ടി കെട്ടിയുണ്ടാക്കിയ ഷെഡിലേക്ക് ജീവിതം പറിച്ചു നട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം. പുനരധിവാസത്തിനായി സർക്കാർ കാര്യമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താങ്ങി നിർത്താൻ കഴിയില്ല ഈ കൂരിയും കുടുംബമെന്ന് പറയുമ്പോൾ ഗദ്ഗതത്താൽ മൊയ്തീൻ കോയയുടെ വാക്കുകൾ മുറിയുന്നു. കാരണം മനുഷ്യൻ ജീവിതം തന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. നമ്മൾക്ക് ഗൾഫുകാരുണ്ടായത് കൊണ്ടാണ് ഇവിടെ കഞ്ഞി കുടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ ഉള്ള ആൾക്കും കഞ്ഞി കുടിക്കാൻ കഴിയില്ല, ഇവിടെ ഉള്ള ആൾക്കും കഞ്ഞി കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മുന്നെത്തിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഇട്ടെറിഞ്ഞ് പോന്ന് നീ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടോ? അതും ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും താൽക്കാലിക കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടതോടെ ബേപ്പൂർ തോണിച്ചിറ അംബേദ്കർ അംഗൻവാടിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. സ്വന്തം കെട്ടിടം എന്നത് സ്വപ്നമായി അവശേഷിക്കുമ്പോൾ ഇനി എന്തു ചെയ്യുമെന്ന ആധിയിലാണ് ജീവനക്കാരും രക്ഷിതാക്കളും. തോണിച്ചിറ IHDP കോളനിയിൽ വീടിനോട് ചേർന്ന താൽക്കാലിക ഷെഡിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. ഭൂവുടമ വീട് വിൽപ്പനയ്ക്ക് വെച്ചതിനാൽ അംഗൻവാടി ഒഴിയാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പുതിയ കെട്ടിടം കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലാണ് ജീവനക്കാരും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും. 2007 തുടങ്ങിയ അംഗൻവാടി തോണിച്ചിറ IHDP കോളനി സാംസ്കാരിക നിലയത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടു. ഡിവിഷൻ കൌൺസിലർ ഇടപെട്ടെങ്കിലും സാംസ്കാരിക നിലയത്തിൽ അംഗൻവാടി പ്രവർത്തിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ അനുവദിച്ചില്ല. ഇതോടെയാണ് സമീപത്തെ വീടിനോട് ചേർന്ന ഷെഡിലേക്ക് മാറ്റിയത്. ഇടുങ്ങിയ ഷെഡിൽ ദുരിതക്കടലിന് നടുവിലായിരുന്നു ഇവരുടെ പഠനം. മറ്റു മാർഗമില്ലാത്തതിനാൽ എല്ലാം സഹിച്ചു കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഇവിടെ നിന്നും ഒഴിയേണ്ട അവസ്ഥ വന്നു. കോർപ്പറേഷൻ 47-ാം ഡിവിഷനിലാണ് ദുരവസ്ഥയിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 18 കുട്ടികളുണ്ടെങ്കിലും സ്ഥല സൌകര്യമില്ലാത്തതിനാൽ മുഴുവൻ പേരും ഒന്നിച്ചെത്തിയാൽ സ്ഥിതി ദയനീയമാണ്. ഉച്ചഭക്ഷണത്തിനു ശേഷം കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ പോലും ഇവിടെ ഇടമില്ല. വീട്ടുകാരുടെ ഔദാര്യം കൊണ്ട് മാത്രമായിരുന്നു ഇക്കാലം അത്രയും അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ടു പോയത്. എന്നിട്ടും ഇവിടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. അംഗൻവാടികൾക്ക് കെട്ടിടം പണിയാൻ കോർപ്പറേഷന് ഫണ്ട് അനുവദിക്കാമെങ്കിലും ഭൂമി വാങ്ങാൻ വകുപ്പില്ല. കുറഞ്ഞ നിരക്കിൽ പ്രദേശത്തെ സ്ഥലം ലഭ്യമാകാത്തത് കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി മാറി. ഭൂമിക്കായി വെൽഫെയർ കമ്മിറ്റി ഏറെ ശ്രമം നടത്തിയെങ്കിലും ഇതുവരെ ആശ്വാസത്തിന് വകയായില്ല. സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം വിദൂരമായതിനാൽ അംഗൻവാടി പ്രവർത്തനത്തിന് സാംസ്കാരിക നിലയം അനുവദിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ഈ രാജ്യത്തിന്റെ അടിത്തറ ധർമ്മത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമാണെന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം. പാലക്കാട് കിനാശ്ശേരിയിൽ നടക്കുന്ന ധർമ്മസൂയ മഹായാഗത്തിന്റെ സന്ദേശവുമായി എത്തിയ തഥാതന് കൊയിലാണ്ടിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കിനാശ്ശേരിയിൽ നടക്കുന്ന ധർമ്മസൂയ മഹായാഗത്തിന്റെ സന്ദേശവുമായി എത്തിയ തഥാതന് കൊയിലാണ്ടിയിൽ വരവേൽപ്പ് നൽകി. 2014 ഫെബ്രുവരി 6 മുതൽ 14 വരെയാണ് ധർമ്മസൂയ മഹായാഗം നടക്കുന്നത്. സ്വീകരണ സമ്മേളനം ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. നന്മയുടെയും സ്നേഹത്തിന്റെയും സൗരഭ്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഭാരതം. ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം എന്നാണ്. ഭരതൻ ഭരിച്ച രാജ്യം ഭാരതം എന്ന്. ശ്രീരാമന്റെ അനുജനാണ് ഭരതൻ. വലിയ ധർമ്മിയായിരുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ധർമ്മത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമാണ്. ആ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും തിരിച്ചു പോകാൻ നമുക്ക്
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാലക്കാട് തപോവരിഷ്ഠാശ്രമത്തിലെ അഡ്വക്കേറ്റ് ഇ കെ സന്തോഷ് കുമാർ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, ടി കെ പത്മനാഭൻ, ശശി കമ്മട്ടേരി, അഡ്വക്കേറ്റ് പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭൂമിയും വീടും ഇല്ലാത്ത കേരളത്തിലെ ഭൂരഹിതരെ സഹായിക്കാൻ നേതാക്കന്മാർ മാതൃകയാകണമെന്ന് കേരള ഭൂരഹിത ഭവനരഹിത ജനവേദി സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ രാമദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. ഭൂമിയും വീടും ഇല്ലാത്ത കേരളത്തിലെ ഭൂരഹിതരെ സഹായിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഭൂസ്വത്തിൽ നിന്നും 10 സെന്റ് ഭൂമി വീതം ഭൂരഹിതർക്ക് വിതരണം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കണമെന്ന് കേരള ഭൂരഹിത ഭവനരഹിത ജനവേദി സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ രാമദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. കെ എ ലൈല, വി എം ചന്ദ്രിക, അജേഷ്, കെ ഷിബു, എം എം അനിൽകുമാർ, കെ സൌദ, കെ ചന്ദ്രൻ, ടി എം സുഹറ, താഹിറ ടി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. ആ ബാബാ, ഇവിടെ വന്നവർക്കൊക്കെ ഒറ്റ കാര്യം അറിയണ്ടോ, ഈ ഫർണിച്ചറൊക്കെ എവിടുന്നാ വാങ്ങിയതെന്ന്. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞേ? എനിക്കറിയില്ലേ, ബാബ ചന്ദ്രികയെന്ന് മാത്രമേ വാങ്ങൂന്ന്. ഈട് ബലം, ഇഷ്ടപ്പെട്ട മോഡല്, യഥാർത്ഥ വില, ഇതെല്ലാം കൂടി ഒത്തു കിട്ടണമെങ്കിൽ നമ്മുടെ ചന്ദ്രിക മെറ്റൽസിൽ തന്നെ പോകണമെന്ന് മോള് ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ ഫർണിച്ചർ സങ്കല്പങ്ങൾ ഞങ്ങളുടെ കരവിരുതിൽ. ചന്ദ്രിക മെറ്റൽസ്, പയ്യാനക്കൽ, കല്ലായി, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രൌഢപ്രസിദ്ധമായ രേവതി പട്ടത്താനത്തിന് സമാപനം. കൃഷിമന്ത്രി കെ വി മോഹൻകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പട്ടത്താന പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. നമ്മുടെ ഭാഷയും സംസ്കാരവും കാത്തുസൂക്ഷിച്ചതിൽ സാമൂതിരി രാജവംശത്തിന്റെ പങ്ക് സുത്യർഹമാണെന്ന് പ്രമുഖ ചരിത്ര പണ്ഡിതൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അഭിപ്രായപ്പെട്ടു. രേവതി പട്ടത്താനത്തിന്റെ ഭാഗമായി സാമൂതിരിയും കേരള ചരിത്രവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കോളനി വാഴ്ചയ്ക്കെതിരെ നിരന്തര പോരാട്ടമാണ് സാമൂതിരി രാജവംശം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതര രാജ്യങ്ങളിലെ രാജവംശത്തിനുള്ളതുപോലെ വമ്പൻ കൊട്ടാരങ്ങളോ നിധികുംഭങ്ങളോ സാമൂതിരിമാർക്കുണ്ടായില്ല. എന്നാൽ കവികളും കലാകാരന്മാരും ഉണ്ടായി. ഭാഷയും സംസ്കാരവും അഭിവൃദ്ധി പ്രാപിച്ചതായും അദ്ദേഹം പറഞ്ഞു. പട്ടത്താനത്തിന്റെ സമാപന സമ്മേളനം കൃഷിമന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പട്ടത്താന പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൃഷ്ണഗീതി പുരസ്കാരം കവി പൊന്നങ്കോട് ഗോപാലകൃഷ്ണനും, ക്ഷേത്ര കലാകാര പുരസ്കാരം കൃഷ്ണനാട്ട കലാകാരൻ വി ഉണ്ണികൃഷ്ണനും, കർമ്മശ്രേഷ്ഠ പുരസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഷമീനും ഏറ്റുവാങ്ങി. സാമൂതിരി പി കെ എസ് രാജ, ഡോക്ടർ കെ പ്രിയദർശൻലാൽ, ഡോക്ടർ വി ശ്രീകുമാർ, ഡോക്ടർ ഇ കെ ഗോവിന്ദവർമ്മ രാജ, ടി എം ബാലകൃഷ്ണൻ ഏറാടി, പി കെ സതീഷ് രാജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വീതം ചിലവിട്ട് നിർമ്മിക്കുന്ന പയ്യാനക്കൽ കുറ്റിച്ചിറ മീഞ്ചന്ത സ്കൂൾ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം മന്ത്രി എം കെ മുനീർ നിർവഹിച്ചു. 6 മാസത്തിനുള്ളിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വീതം ചെലവഴിച്ച് പയ്യാനക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം മന്ത്രി എം കെ മുനീർ നിർവഹിച്ചു. പയ്യാനക്കൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർ പി ബി അവറാൻ അധ്യക്ഷം വഹിച്ചു.
KURDCFC ചെയർമാൻ കെ മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർമാരായ CP മുസാഫിർ അഹമ്മദ്, K സ്വാമിനാഥൻ, പ്രിൻസിപ്പൽ P മുസ്തഫ, VHSC പ്രിൻസിപ്പൽ AK ശ്രീജ, സ്റ്റാഫ് സെക്രട്ടറി P രവി, PTA പ്രസിഡന്റ് TT ആസീസ്, MPTA ചെയർപേഴ്സൺ L രേണുക, A ബിജുലാൽ, CT സക്കീർ ഹുസൈൻ, C മൊയ്തീൻ കോയ, KM റഷീദ്, PK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മീഞ്ചന്ത സ്കൂളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർമാരായ CP മുസാഫിർ അഹമ്മദ്, AV അൻവർ, സൈഫുനിസ, ആയിഷ B പാണ്ഡികശാല, പ്രിൻസിപ്പൽ KC പ്രതിഭ, PK അബ്ദുൽ നാസർ, CT സക്കീർ ഹുസൈൻ, VP അബ്ദുൽ ഹമീദ്, P പ്രകാശൻ, PK നാസർ, K ശശിധരൻ, PTA പ്രസിഡന്റ് MK അബ്ദുൽ ജലീൽ, പ്രധാന അധ്യാപിക KS കുസുമം, സ്റ്റാഫ് സെക്രട്ടറി ശശിധരൻ അരിയഞ്ചേരി എന്നിവർ സംസാരിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിദഗ്ധ സമിതികൾ സമർപ്പിച്ച റിപ്പോർട്ടുകൾ സമൂലമായി പഠനത്തിന് ശേഷമേ നടപ്പാക്കാവൂ എന്ന് ലെൻസ്ഫെഡ്. സംഘടനയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു അവർ. നെൽവയലുകളെക്കുറിച്ചും തണ്ണീർത്തടങ്ങളെക്കുറിച്ചും ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കണമെന്നും ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ നാട്ടിന്റെ ആവശ്യമാണ്, പാരിസ്ഥിതിക ആവശ്യമാണ്. അതിന്റോടൊപ്പം തന്നെ പശ്ചിമഘട്ടത്ത് താമസിക്കുന്ന ജനങ്ങളുടെ പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതോടൊപ്പം അവരുടെ പരിതസ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ടായിരിക്കണം പശ്ചിമഘട്ട സംരക്ഷണത്തിലേക്ക് തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ധൃതി പിടിച്ച തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകാൻ പാടില്ല. ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് നിയമത്തിന്റെ സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആശങ്കകൾ ദൂരീകരിച്ച് വേണം മുമ്പോട്ട് പോകാൻ എന്നാണ്. ആ കാര്യങ്ങൾ നമ്മൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യും. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് സംസ്ഥാന സമ്മേളനം ഡിസംബർ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. അതിനു മുന്നോടിയായി കോഴിക്കോട് ജില്ലാ സമ്മേളനം നവംബർ 19 കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടത്തും. നവംബർ 19 ചൊവ്വാഴ്ച രാവിലെ മലബാർ പാലസിൽ AK ശശീന്ദ്രൻ MLA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംഘടനാ സെഷൻ സംസ്ഥാന സെക്രട്ടറി TCV ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. MSM കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐസക് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനം നവംബർ 17 കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. PC ഇസ്മായിൽ, TP സലീം, താജുദ്ദീൻ സലാഹി, ഹാരിസ് മദനി കായക്കൊടി, യാസർ അറഫാത്ത് സലാഹി എന്നിവർ പഠനം, ചിന്ത, സമർപ്പണം എന്നീ സെക്ഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൽ നേതൃത്വം കൊടുക്കും. വാർത്താ സമ്മേളനത്തിൽ സെയ്ദ് മുഹമ്മദ്, ഹിഷാദ് കൊയിലാണ്ടി, റഷീദ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിനായിരങ്ങൾക്ക് ആശ്വാസമായി കോഴിക്കോട്ട് രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടി. ഉപരോധ സമരവുമായി LDF. താമരശ്ശേരിയിൽ ഉണ്ടായ അക്രമം ആസൂത്രിതമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. അടിവാരത്ത് ശനിയാഴ്ചയും അക്രമ സംഭവങ്ങൾ. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തിങ്കളാഴ്ച നടത്താൻ തീരുമാനിച്ച LDF ഹർത്താൽ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.